കണ്ണൂരിലെ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെട്ട വാർത്ത വളരെ സങ്കടകരമാണ്. വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് കുറുമാത്തൂർ ചിന്മയ വിദ്യാലയയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. 18 വിദ്യാർത്ഥികളും ഡ്രൈവറും ആയയും ഉൾപ്പെടെ 20 പേർക്ക് അപകടത്തിൽ പരിക്കുപറ്റി. ഈ അപകടത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ ഓരോന്നായി ഈ അടുത്ത ദിവസങ്ങളിൽ മറനീക്കി പുറത്തുവരികയാണ്. റോഡിലെ ഇറക്കത്തിലെ വളവിൽ സ്കൂൾ ബസിന്റെ വേഗം കുറയ്ക്കാതെ വാഹനമോടിച്ച ഡ്രൈവറിന്റെ അനാസ്ഥയും അപകട സമയത്ത് ബസ് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന അഭ്യൂഹവും ശക്തമാണ്. ഇതിന് കാരണമായി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അപകട സമയത്ത് സ്കൂൾ ബസിന്റെ ഡ്രൈവറിന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതായി തെളിവ് ലഭിച്ചു. സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് പുതുക്കിയതിലും അനാസ്ഥയുണ്ടായതായി ആക്ഷേപമുണ്ട്. ക്രിസ്മസ് പരീക്ഷാകാലത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് പരിശോധനകൾ പൂർണ്ണമായും നടത്താതെ കാലാവധി താൽക്കാലികമായി നീട്ടി നൽകി. സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ ബസിന്റെ സർവീസ് തടസ്സപ്പെടാതിരിക്കാനാണ് ഇത് ചെയ്തത്. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന ഇക്കാലത്താണ് ഈ അപകടം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. റോഡ് സുരക്ഷ കർക്കശമാക്കാൻ AI ക്യാമറകൾ മിക്ക പ്രധാന റോഡുകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ പതിയുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്കും പിഴ ഈടാക്കുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങൾക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ, അറ്റൻഡർമാർ എന്നിവർക്കുള്ള യോഗ്യതകളും നിർദ്ദേശങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകുന്നുമുണ്ട്. ഏതെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ കുറച്ചു കാലത്തേക്ക് കർശന പരിശോധനകളും പരിശീലന ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ച് പോരുന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നില്ല. പ്രവൃത്തി പരിചയമുള്ള ഡ്രൈവർമാർക്ക് സ്കൂൾ വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദം നൽകാവൂ എന്ന നിയമം നിലനിൽക്കെ പല സ്ഥാപനങ്ങളും ഈ മാനദണ്ഡം സൗകര്യപൂർവ്വം ലംഘിക്കുന്നു. സ്കൂൾ വാഹനങ്ങളിൽ അമിതവേഗം, ഉച്ചത്തിലുള്ള സംഗീതം, വെളിച്ച സംവിധാനങ്ങൾ, ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റുന്ന രീതിയിലുള്ള അലങ്കാരങ്ങൾ, എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നിവ ഒഴിവാക്കിയാലേ അത്തരം വാഹനങ്ങൾക്ക് നിരത്തിലോടാൻ ഫിറ്റ്നസ് നൽകാവൂ എന്ന് ബന്ധപ്പെട്ട അധികാരികൾ കർശനമായി ഉറപ്പുവരുത്തണം. സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സമയാസമയം മികച്ച നിലവാരത്തിലുള്ള വർക്ക്ഷോപ്പുകളിൽ മികച്ച നിലവാരമുള്ള സാധന സാമഗ്രികൾ, സ്പെയർ പാർട്സുകൾ എന്നിവ ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്രേക്ക്, ടയറുകൾ, വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് എന്നിവയുടെ പ്രവർത്തനക്ഷമതാ പരിശോധന, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, പ്രാഥമിക ശുശ്രൂഷാ സംവിധാനങ്ങൾ എന്നിവയും ഫിറ്റ്നസ് നൽകുന്ന വേളയിലും പുതുക്കുന്ന അവസരത്തിലും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെയും ജീവനക്കാരെയും സ്കൂൾ വാഹനങ്ങളിൽ നിയോഗിക്കാൻ പാടില്ല. കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ, ഗുരുതര സാങ്കേതിക പിഴവുകളുള്ള വാഹനങ്ങൾ എന്നിവ സ്കൂൾ ഉപയോഗത്തിൽ നിന്നും കർശനമായി വിലക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വാണിജ്യ വാഹനങ്ങൾക്ക് 15 വർഷമാണ് കാലാവധി. അതിനുശേഷം വാഹനം പൊളിക്കൽ, സ്ക്രാപ്പ് നയം ബാധകമാണ്. പല ഡ്രൈവർമാരും അശ്രദ്ധമായാണ് സ്കൂൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കണ്ണൂരിലെ അപകടത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർ അപകട സമയത്ത് മൊബൈൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇറക്കമുള്ള റോഡിൽ വളവ് തിരിഞ്ഞപ്പോൾ ബസിന്റെ സ്റ്റിയറിംഗ് വീലിൽ ഡ്രൈവറിന്റെ ഒരു കൈ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റേ കൈയിൽ മൊബൈൽ ഉണ്ടായിരുന്നതായി സാഹചര്യ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സമയത്ത് ഒരു വാഹനങ്ങളിലും ഡ്രൈവർമാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ബ്ലൂടൂത്ത്, ഹാൻഡ് ഫ്രീ സംവിധാനം ഉപയോഗിച്ച് ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഉപയോഗിക്കുന്നതും സുരക്ഷിതമല്ല. സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കും അറ്റൻഡർ, ആയമാർക്കും റോഡ് സുരക്ഷാ നിയമങ്ങളിൽ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം തന്നെ പ്രഥമ ശുശ്രൂഷയിലും അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പരിശീലനം എന്നിവ ബന്ധപ്പെട്ട സ്ഥാപന അധികാരികൾ ഉറപ്പായി ലഭ്യമാക്കണം. നിലവാരമുള്ള സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് സുരക്ഷാ ഓഡിറ്റ്, സുരക്ഷാ പരിശീലന സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം. എല്ലാ സ്കൂൾ വാഹനങ്ങളിലും GPS സംവിധാനം, CCTV ക്യാമറ എന്നിവ പ്രവർത്തനക്ഷമമായിരിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ എന്നിവ വ്യക്തമായി കാണാവുന്ന രീതിയിൽ ഉണ്ടാവണം. അപകടം വരുത്തിവെച്ചതിനു ശേഷം നടപടികൾ എടുക്കാൻ വ്യഗ്രത കാട്ടുന്നതിനേക്കാൾ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതാണ് നല്ലത്.